വർഷത്തിൽ 6 മാസം മൂടിക്കിടക്കുന്ന കൊടുംമഞ്ഞ്. അക്കാലത്ത് ദ്രാസിൽ റോഡും അങ്ങാടിയും പള്ളിക്കൂടങ്ങളും അടഞ്ഞുകിടക്കും. ജനജീവിതം ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാകും. താപനില 60 ഡിഗ്രി വരെ 0-ന് താഴേക്ക് പോയ സർവകാല റെക്കോർഡ് ദ്രാസിനുണ്ട്. സൈബീരിയയിലെ ഒയ്മ്യാക്കോൺ കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യാധിവാസമുള്ളതിൽ ഏറ്റവും കടുത്ത ശൈത്യമുള്ളത് ഇവിടെയാണ്. മനുഷ്യന്റെ സഹനശേഷിയുടെ നേർക്കാഴ്ചയാണ് ദ്രാസിലെ ഈ ജീവിതം. എന്തിനു വേണ്ടി ഈ ജനത ഇങ്ങനെയൊരിടത്ത് ജീവിക്കുന്നു എന്ന ചോദ്യമുയർത്താതെ പ്രകൃതിയുടെ ഈ വിസ്മയ നഗരിയിൽ നിന്നും ഒരാളും മടങ്ങുന്നില്ല. തണുപ്പ് കാലത്തിന്റെ വരവറിയിച്ച് വീഴുന്ന ആദ്യത്തെ മഞ്ഞിൽ നിന്നു തന്നെ ദ്രാസ് ചുരുണ്ടുമടങ്ങും. 6 മാസക്കാലം നീളുന്ന ഒരുതരം സുഷുപ്തിയിലേക്ക്, ഉറുമ്പുകളെ പോലെയുള്ള ജീവിതം. ആ 6 മാസക്കാലത്ത് ദ്രാസിലെ നദികൾ പോലും നിശ്ചലമാകും. റോഡുകൾ കാണാനില്ലാതെയാവും. മഞ്ഞിന്റെ അടരുകൾക്കിടയിൽ നിന്ന് ഒരു പുകക്കുഴൽ മാത്രമായി വീടുകൾ തലയുയർത്തി നിൽക്കും. ആടും കോഴിയും പശുവുമൊക്കെ മനുഷ്യരോടൊപ്പം വീടിന്റെ അകത്തളങ്ങളിൽ കയറും. കാത്തുവച്ച ധാന്യവും വിറകും ആയുസിന്റെ ബലം നിശ്ചയിക്കും. വേനൽക്കാലം എന്നത് അധ്വാനത്തിന്റെയും വിഭവശേഖരണത്തിന്റെയും കാലമാണ്. വരാനിരിക്കുന്ന പഞ്ഞമാസത്തിലേക്കായി മണ്ണെണ്ണയും വിറകും കരുതി വെക്കുകയും ധാന്യവും പച്ചക്കറികളും ഉണക്കി സൂക്ഷിക്കുകയുമാണ് ഓരോ ദ്രാസുകാരന്റെയും ജീവിതായോധനം. इस तरह पहले पानी में लगाते हैं, पानी लगाकर उबालते हैं, हाँ, फिर उसको निकाल के अच्छी तरह ये करके पानी निकाल के तड़के में लगाना, वो हाँ तड़के में लगाकर घी में लगाकर फिर अच्छी तरह उबालकर सूखा करके चटनी जैसा बनाकर खाना। और ये क्या है? ये तो बिल्कुल गोश्त जैसा मशरूम। ये कहाँ से मिलते हैं? ये पहाड़ में मिलता है, मतलब बारिश के टाइम में? नहीं, मई में मिलता है। अब हर लोग जाके उसको लाते हैं। कोई बेचते हैं, कोई खाते हैं। कितना मिलते होंगे एक फैमिली के? मिलता होगा 5 केजी 6 केजी 10 केजी तक मिलता है। ढूंढने वाले को 10-15 केजी तक मिलता है। തികച്ചും യാന്ത്രികമാണ് ദ്രാസിലെ ജീവിതം. തണുപ്പിന്റെ ആധിക്യം ആളുകളെ വലിയൊരളവോളം ഉദാസീനരാക്കുന്നു. ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് പോകുന്ന 1D നാഷണൽ ഹൈവേയിൽ സോജില്ല ചുരം കഴിഞ്ഞാൽ ആളും അനക്കവും കാണാനാവുന്ന ആദ്യത്തെ സ്ഥലമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 11,000 അടി ഉയരത്തിലാണ് ഈ പ്രദേശം. എടുത്തു പറയാവുന്ന ഒരു ടൗൺ പക്ഷേ ഇവിടെയില്ല. കഷ്ടിച്ച് 200 മീറ്റർ നീളമേയുള്ളൂ ദ്രാസിലെ അങ്ങാടിക്ക്. ആകെക്കൂടിയുള്ളത് 5000 കുടുംബങ്ങൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസും 2 ഇടത്തരം ഹോട്ടലുകളുമാണ് ഇവിടെയുള്ള താമസ സൗകര്യം. ഉച്ചവെയിലിൽ പോലും ഉരുകിപ്പോവാത്ത വെണ്ണ. ഒരു കല്യാണ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടികൾ പോകുന്നത്.
പാൽ, ഇറച്ചി, മുട്ട, മത്സ്യം പോലുള്ളവ ദ്രാസിലെ ആർഭാട വസ്തുക്കളാണ്. തണുപ്പ് കാലത്ത് ഇവ മാർക്കറ്റിൽ കാണാനേ കഴിയില്ല. विंटर में सर वो क्या सर दाल खाते हैं ज़्यादातर. क्या खाते हैं? दाल सर. दाल ज्यादा चलता है. सब्जी बोल के कोई भी आइटम मिलता है इधर उस टाइम में? कुछ भी नहीं सर. प्याज के क्या करता है? प्याज का यहाँ पे डंप रखते हैं माल ये लोग. यहाँ पे डंप रखते हैं माल. वो मतलब 6 महीने 7 महीने? 6 महीने में नहीं, वो 1-2 महीने तक रह फिर उसके बाद क्या करेंगे? उसके बाद होता है मतलब उसका कोई सूखा वूखा होता है, सब्जी वब्जी प्याज वगैरह. प्याज सूखा करते हैं तो? हाँ, सूख जाता है. कड़ी सर्दी में अगर बकरीद आता है जैसा कि 5 साल पहले या 6 साल पहले कुर्बानी होता है? कुर्बानी होता है. कुर्बानी कभी नहीं छूटेगी. हाँ, वो नहीं छोड़ेगा. कुर्बानी करना ही. अभी हमारे पास भी कुछ नहीं, बस खत्म होने वाला है. आप खरीद के नहीं रखता है? हाँ? खरीद के नहीं खरीद रखता. के रखेंगे तो हम घास कहाँ से लाएंगे इसकी बर्फ जब गिरेगा. ഇറച്ചി ഉണക്കി സൂക്ഷിക്കുന്ന പതിവാണ് തണുപ്പ് കാലങ്ങളിൽ പൊതുവെയുള്ളത്. എന്തിന് ഇറച്ചി? തക്കാളി, വെണ്ടക്ക, സവാള മുതലായ പച്ചക്കറികളും കൂണുമൊക്കെ ഉണക്കിയും മഞ്ഞിൽ പൂഴ്ത്തിവെച്ചും ഇവർ ഉപയോഗിക്കാറുണ്ട്. കോഴിമുട്ട പോലും മഞ്ഞിൽ പൂഴ്ത്തിവെച്ച് 6 മാസക്കാലം വരെ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും പരിപ്പും ചോറും തന്നെയാണ് ഭക്ഷണം. ഒരേ മട്ടിലുള്ള ഭക്ഷണം 2 നേരം തുടർച്ചയായി കഴിക്കുമ്പോൾ മടുക്കുന്ന മലയാളിക്ക് 6 മാസക്കാലം നീളുന്ന ദ്രാസുകാരൻ്റെ ഈ ഒറ്റമെനു ജീവിതം ശീലങ്ങളെക്കുറിച്ച ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കച്ചവടക്കാർ പലരും സോജില്ലയുടെ താഴെ നിന്നും എത്തുന്നവരാണ്. തണുപ്പ് കാലത്ത് അവർ കടകളടച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങും. ആറ് മാസത്തെ ബിസിനസ് കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം വിശ്രമം. പക്ഷേ 6 മാസക്കാലത്തെ ബിസിനസ് ആയതുകൊണ്ട് എല്ലാറ്റിനും തീവിലയാണ് ദ്രാസിൽ. ഒരു ചായക്ക് 10 രൂപയെങ്കിലും കൊടുക്കണം. എങ്കിലും ഇവിടുത്തെ ഉപ്പു ചായക്ക് നല്ല രുചിയുണ്ട്. കശ്മീരിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ ടൂറിസം ദ്രാസിന്റെ മുഖ്യ വരുമാനമല്ല. കാർഗിലിലേക്ക് പോകുന്ന സഞ്ചാരികൾ വഴിയിൽ ഉച്ചഭക്ഷണത്തിനു തങ്ങിയെങ്കിലായി. കാർഗിൽ യുദ്ധകാലത്ത് പേരുകേട്ട ടൈഗർ ഹിൽസ് മാത്രമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരേയൊരു കേന്ദ്രം. പാണ്ഡവരുടെയും കുന്തിദേവിയുടെയും ഒക്കെ വാസസ്ഥലം ദ്രാസിനു സമീപത്തുള്ള ചില മലനിരകളിലാണെന്ന് ഇവിടെയുള്ളവർ അവകാശപ്പെടുന്നുണ്ട്. പന്ത്രാസിൽ നിന്നും സോജില്ലയിലേക്കുള്ള വഴിയിൽ ഈ മലനിരകൾ നമുക്ക് കാണാനാവും. കുന്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം പോലുമുണ്ട്. കുന്തിയും ഗാന്ധാരിയും ഒക്കെ കശ്മീരിലാണ് ജീവിച്ചിരുന്നതെന്ന കഥകൾക്ക് പ്രാണവായു നൽകുന്ന പുരാതന സ്മാരകങ്ങളാണിവ.